സാർ എനിക്കൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഐഡിയ മാത്രം പോരല്ലോ, സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് കറക്റ്റ് എന്താണ് വേണ്ടതെന്നുള്ളൊരു ധാരണ കിട്ടി. സാർ അതുപോലാണ് അത് എഴുതിയിരുന്നത്. ഈ പുള്ളുവത്തിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് എല്ലാവർക്കും അറിയാം, ശ്രീ വിജി തമ്പി സാറാണ്. പറയാനുള്ള ഒരു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം, നിരവധിയായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമസ്കാരം, എൻ്റെ പേര് അരുൺ ഉണ്ണി. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഞാൻ പുതുമുഖമാണ്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. എല്ലാ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ മായമ്മ സിനിമ ടീമിൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഈ പ്രതികൂല കാലാവസ്ഥയിൽ തുടങ്ങാൻ അല്പം വൈകിയതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. കാരണം പലയിടത്തും വെള്ളക്കെട്ടും ബ്ലോക്കും പിന്നെ ഈ കുഴിച്ചിട്ടിരിക്കുന്നതും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ഡിലേ ആണ് സംഭവിച്ചത്. ഞങ്ങളുടെ മായമ്മ എന്ന സിനിമ ജൂൺ 7-ാം തീയതി കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുകയാണ്. പുള്ളുവൻ പാട്ടിൻ്റെയും നാവൂറ് പാട്ടിൻ്റെയും കളപ്പാട്ടിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു പ്രണയകഥ, തുടർന്ന് അരങ്ങേറുന്ന സംഘർഷങ്ങളും പ്രശ്നങ്ങളുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, സാധാരണ കണ്ട് ശീലിച്ച ഒരു പ്രണയകഥയല്ല മായമ്മയിൽ പറയുന്നത്. പ്രണയകഥ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതിൽ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഒരു പുള്ളുവത്തി പെൺകുട്ടിയും നമ്പൂതിരി ചെക്കനും തമ്മിലുള്ള ഒരു പ്രണയം. അത്തരത്തിലൊരു പ്രണയം നടക്കുമ്പോൾ സാമൂഹികമായും രാഷ്ട്രീയമായും ഉണ്ടാകുന്ന ചില ഇമ്പാക്ട്സ്, റിഫ്ലക്ഷൻസ്, പ്രണയത്തെ തുടർന്ന് ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ ഒരു തീക്ഷ്ണമായ മുഹൂർത്തം ഒരുക്കലാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്, ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉയർത്തുന്ന ചില വെല്ലുവിളികൾ അല്ലെങ്കിൽ ചില പുതിയ ചിന്തകൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ളതും അതിന്മേലുള്ള ചില ചർച്ചകൾ സമൂഹത്തിൽ നടക്കും എന്നുള്ളത് ഞങ്ങളുടെ ടീം ഉറച്ചു വിശ്വസിക്കുകയാണ്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം സിനിമയുടെ കൂടുതൽ വിശദാംശങ്ങൾ സംസാരിക്കാൻ അതാത് മേഖലകളിൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഓഫ് കോഴ്സ് മായമ്മ ടീമിന്റെ ക്യാപ്റ്റൻ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ രമേഷ് കുമാർ കോറമംഗലം. അദ്ദേഹത്തിന്റെ ഡെബ്യൂ ഡയറക്ടോറിയൽ വെഞ്ചറാണ് ഈ സിനിമ. ഒരുപാട് ആശയങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ക്രിയേറ്റർ കൂടിയാണ് രമേഷ്. മീഡിയ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടാവണം, കാരണം പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് സംവിധാന രംഗത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് രമേഷ് താല്പര്യപ്പെടുന്നത്. മായമ്മ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയും സുപരിചിതയുമായ അങ്കിത വിനോദാണ്. അങ്കിത വിനോദിനെ ഇരിക്കുന്നവരിൽ എല്ലാവർക്കും അറിയാം, ടെലിവിഷൻ സീരിയലിലെ സൂപ്പർ മെഗാ ഹിറ്റ് സീരിയലായിരുന്ന പാടാത്ത പൈങ്കിളിയിലെ നായികയായിരുന്നു. അറിയപ്പെടുന്നൊരു മോഡലാണ്, ഡാൻസറാണ്. മായമ്മ എന്ന കഥാപാത്രത്തെ അതിന്റെ ഡെപ്തും പൾസും ഉൾക്കൊണ്ടാണ് അങ്കിത അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ കൂടുതൽ കാമ്പുള്ള കഥാപാത്രങ്ങൾ അങ്കിതയെ തേടിയെത്തും എന്ന് ഞങ്ങളുടെ ടീമിന് ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രണയ കഥയിലെ നമ്പൂതിരി ചെക്കൻ, അതായത് നമ്മുടെ സിനിമയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അരുൺ ഉണ്ണിയാണ്. അദ്ദേഹം ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിനും മീഡിയയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം, കാരണം തുടർന്നുള്ള അദ്ദേഹത്തിന്റെ നടന വഴിയിൽ അദ്ദേഹത്തിന് കൂടുതൽ കരുത്ത് പകരുവാൻ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുപോലെ ഒരു ശക്തമായ കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ബിജു കലാവേദി. അദ്ദേഹവും ഒരു ഫെമിലിയർ ഫേസ് ആണ്. ഒരുപാട്
സിനിമകളിലും സീരിയലും അങ്ങനെ ഒരുപാട് ഇതിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളൊരു മുഖമാണ്. അദ്ദേഹത്തിനും ഈ ഒരു സിനിമ അദ്ദേഹത്തിൻ്റെയും കരിയറിലൊരു ബ്രേക്ക് ഉണ്ടാക്കും എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലൊരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗാനരചനയായാലും ഈണങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതായാലും ആലാപനമായാലും അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ആയാലും മായമ്മ എന്ന സിനിമയ്ക്കൊരു പോഷക ശക്തിയായി ഇതിൻ്റെ മ്യൂസിക് സെക്ഷൻ നിലകൊണ്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സിനിമയിലെ മനോഹരങ്ങളായ ഗാനങ്ങൾ, അതിന് ഈണം ഇട്ടിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ പ്രിയങ്കരനായ അദ്ദേഹം അറിയപ്പെടുന്ന ഗായകൻ കൂടിയാണ് ശ്രീ രാജേഷ് വിജയ്. വർഷങ്ങളായി ഈ മേഖലയിൽ സംഗീത രംഗത്ത് നിലകൊള്ളുന്ന, സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമുക്കറിയാം, സ്വദേശത്തും വിദേശത്തും ആയിരക്കണക്കിന് സ്റ്റേജ് ഷോസുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട്, അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഭൂരിപക്ഷം പേരും രാജേഷ് വിജയെ അറിയാം. എന്നാലും ചിലരുടെ ഒരു ഓർമ്മയിലേക്ക് കമൽ സാർ സംവിധാനം ചെയ്ത സ്വപ്നക്കൂട് എന്ന സിനിമയിലെ കറുപ്പിനഴക് പോലുള്ള അതുമാതിരി നിരവധി മലയാള സിനിമാ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഗായകൻ കൂടിയാണ് രാജേഷ്. രാജേഷിന് ഈ സിനിമ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള സംഗീത വഴിയിൽ ഒരു ബൂസ്റ്റ് ആകും എന്ന് ഞങ്ങൾ കരുതുന്നു. ഞാൻ അജയ് തുണ്ടത്തിൽ, ഈ സിനിമയുടെ PRO ആണ്. ഈ സിനിമയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാൻ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അങ്ങ് മൂലയിരിക്കുന്നതുകൊണ്ടാണ് കണ്ണിപ്പെടാതെ പോയത്. ഈ സിനിമയുടെ പ്രോജക്ട് കോർഡിനേഷനും ഒപ്പം ചീഫ് അസോസിയേറ്റ് ഡയറക്ടറുമാണ് അനിൽ കഴക്കൂട്ടം. വളരെ സുപരിചിതനാണ്, വളരെ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിലകൊള്ളുന്ന വ്യക്തിയാണ്. ഞാൻ അജയ് തുണ്ടത്തിൽ PRO. 2 വാക്ക് സംസാരിക്കുവാൻ രമേഷ് കുമാറിനെ വിളിക്കുക. നമസ്കാരം. മായമ്മ എന്ന സിനിമ ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു സബ്ജക്റ്റ്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യഥാർത്ഥ സംഭവ കഥയുടെ ചലച്ചിത്രാവിഷ്കാരം തന്നെയാണ്. പക്ഷെ ആ തരത്തിൽ ഞങ്ങൾ പരസ്യം ചെയ്യുന്നില്ല. കാരണം അതിന് ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ആ തരത്തിലല്ല പരസ്യം ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിൽ പുള്ളുവൻ പാട്ടിൻ്റെയും നാവോറ് പാട്ടിൻ്റെയും അഷ്ടനാഗക്കളം മായ്ക്കൽ തുടങ്ങിയ ക്ഷേത്രാചാര സംബന്ധിയായിട്ടുള്ള പ്രാചീന കലകളുടെ പിൻബലത്തിലാണ് ഈ സിനിമ ഒരുങ്ങി വരുന്നത്. അത് സാധാരണഗതിയിൽ പുള്ളുവ സമുദായം ആണ് ഈ നാഗക്കളവും അതുമായിട്ട് ബന്ധപ്പെട്ട നാവോറ് പാട്ട് ഇതൊക്കെ ചെയ്തു വരുന്നത്. അപ്പം ഇതിലെ നായികയും ഒരു പുള്ളുവത്തിയാണ്. ആ പുള്ളുവത്തിക്ക് അമ്പലത്തിലെ ശാന്തിക്കാരനോടുണ്ടാകുന്ന പ്രണയം, ആ പ്രണയത്തെ തുടർന്ന് സാമൂഹികമായും രാഷ്ട്രീയപരമായിട്ടും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ആ പുള്ളുവത്തിയുടെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോൾ അതിൽ നിന്നുള്ള ഒരു പ്രതികരണം, പുള്ളുവത്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം, അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തിയാണ് ഈ ഒരു കഥ. ആ പരിസമാപ്തിയിലൂടെയാണ് ഈ കഥ വികസിച്ചു പോകുന്നത്. അപ്പൊ അതിന്റെ കഥയുടെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ഞാനിപ്പോ പറയുന്നില്ല. പിന്നെ അതിലിപ്പോ എനിക്ക് പറയാനുള്ള ഒരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ അത്യാവശ്യം ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന, സിനിമയുടെ 7-ാം തീയതി റിലീസാണ്. ആ റിലീസ് സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നിരവധിയായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതില് രാഷ്ട്രീയം കലർത്തുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാന സങ്കട വിഷയം. കാരണം ഇതില് ഈ പുള്ളുവത്തിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് എല്ലാവർക്കും അറിയാം, ശ്രീ വിജി തമ്പി സാറാണ്. വിജി തമ്പി സാറ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ട്. പക്ഷെ ഈ സിനിമയിൽ രാഷ്ട്രീയത്തിന്റെ പിൻബലമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ മേലങ്കി അണിഞ്ഞോ അല്ല തമ്പി സാറ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള തമ്പി സാറ്
തികച്ചും ഒരു കഥാപാത്രം മാത്രമായിട്ടാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ ക്ഷണിച്ചപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ചെയ്യാം, ആ ഒരു വേഷം ചെയ്യാം എന്ന് പറഞ്ഞ് വരികയാണ് ഉണ്ടായത്. അപ്പൊ ഒരു കലാകാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കഥാപാത്രം എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പരിവേഷവും അതിനില്ല. പക്ഷെ ഇവിടുത്തെ ചില രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ അദ്ദേഹത്തിനോട് എതിർപ്പുള്ളവരാവാം. സൈബർ ആക്രമണങ്ങൾ തുരുതുരാഴ്ച വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യമെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ആ ഒരു സങ്കടകരമായ അവസ്ഥ എല്ലാവരും ഒന്ന് അറിയേണ്ടുന്ന സംഗതി തന്നെയാണ്. ഒരിക്കലും അങ്ങനെ ഒരു സമുദായത്തിനെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒന്നും മോശമായിട്ട് ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മൾ ഈ ഒരു സിനിമയിലൂടെ ഇല്ല. തികച്ചും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കഥയുടെ ഒരു ചലച്ചിത്രാവിഷ്കാരം, ഒരു കല എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും തന്നെ ഞങ്ങളിതിൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ അഷ്ടനാഗക്കളം മായ്ക്കൽ സംബന്ധിച്ചും കുറച്ച് വിവാദങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. ഞങ്ങളായിട്ട് പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞ കക്ഷികളുമുണ്ട്. അതൊക്കെ ഒരു സാമുദായികമായിട്ടുള്ള ആചാരമല്ലേ, അതെന്തിനാണ് സിനിമയിൽ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ കവിഞ്ഞ് അത് മോശമായിട്ട് ചിത്രീകരിച്ചു എന്നൊക്കെയാണ് ആരോപണങ്ങളുള്ളത്. അതൊക്കെ സിനിമ കാണുമ്പോൾ അതിൽ മോശമായിട്ടാണോ എങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. പിന്നെ അതുപോലെ ഈ സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ച് സിനിമയെ തകർക്കുക എന്നുള്ള ചില ലക്ഷ്യങ്ങളും അതിന്റെ പുറകിൽ ഉണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതെന്താണെന്ന് അതിന്റെ വസ്തുതാപരമായിട്ടുള്ള സംഗതി ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഞങ്ങൾ അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോവുകയാണ്. തികച്ചും നാടൻ കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുള്ളത്. മുൻഷി മാഷ്, പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, തമ്പുരാൻ, പിന്നെ ഇല്ലത്തെ അന്തർജനം, അങ്ങനെയൊക്കെയുള്ള ഇതുവരെ മലയാള സിനിമയിൽ മുൻകാലങ്ങളിൽ വന്നു പോയിട്ടുള്ള, എന്നാൽ ഈ ഇപ്പോഴത്തെ നൂതന കാലഘട്ടത്തിൽ കാണപ്പെടാത്ത കഥാപാത്രങ്ങൾ, അച്ഛൻ, അമ്മ, മുത്തശ്ശി, ഇവയൊന്നും തന്നെ ഈ സമീപകാലത്തുള്ള സിനിമകളിൽ ഒന്നും തന്നെയും കാണുന്നില്ല. അപ്പൊ അത്തരം കഥാപാത്രങ്ങളാണ് ഈ മായമ്മ എന്ന സിനിമയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ ഓരോ കഥാപാത്രങ്ങളും അഭിനയിച്ചവരാവട്ടെ, ഓരോ കഥാപാത്രങ്ങളും അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക വ്യക്തിമുദ്ര ഈ സിനിമയിലൂടെ ഉണ്ട്. ആ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് തികച്ചും ഒരു ബ്രേക്ക് തന്നെ ആയിരിക്കും ഈ സിനിമ എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അത് ഓരോരുത്തരും കാണണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇപ്പം പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ അങ്കിത 2 വാക്ക്. നമസ്കാരം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അത് എനിക്കെന്തോ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ഈ നിമിഷങ്ങൾ. കാരണം അതാണ് മായമ്മ എന്ന് പറയുന്ന സിനിമ. എന്നെ കാണുമ്പോൾ ഒരു മോഡേൺ ക്യാരക്ടർ ആണെങ്കിലും മായമ്മയാക്കി മാറ്റിയത് രമേശ് സാറും ഈ ഫുൾ ടീമുമാണ്. അത്രയും സപ്പോർട്ടീവായിട്ട് ഞങ്ങൾ, എന്താ പറയുക സാർ, ചെറിയ സിനിമയാണെങ്കിലും അതിൻ്റെ അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമ തന്നെയാണ്. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ നാഗക്കളം പാട്ടിൻ്റെയൊക്കെ അത് ഞാൻ ആ ഷെഡ്യൂള് ഫുൾ വ്രതമെടുത്തും പ്രാർത്ഥനയോടെ തന്നെയാണ് നമ്മളതെല്ലാം ചെയ്തത്. ആ കാവിൻ്റെ ആണെങ്കിലും അതിൻ്റെതായ ഓരോ ആചാരങ്ങളും ആ കാര്യങ്ങളും ഒക്കെ ചിട്ടയോടെ നോക്കി തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പം ആ ഒരു കാര്യത്തിൽ സങ്കടമുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിനൊരു ഫലം കിട്ടണം. അതേ ഉള്ളൂ എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പൊ എല്ലാരും സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. അല്ലെ, ഒരു കാര്യം പ്രത്യേകം ഒന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ അഷ്ടനാഗക്കളം പാട്ടും പിന്നെ അതുപോലെ ഈ പുള്ളുവൻ പാട്ടും നാവൂറ് പാട്ട് ഒരു ഇല്ലത്തെ അന്തരീക്ഷത്തിലാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ ബാക്കി ഉള്ളത് ഒരു യഥാർത്ഥ കാവിനകത്ത്, 2 കാവുകൾ, 2 യഥാർത്ഥ സർപ്പക്കാവിനകത്താണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും അത് ചിത്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ യൂണിറ്റിലുള്ള ഓരോ വ്യക്തിയും ഈ ഷൂട്ട് കഴിഞ്ഞ് ഈ സോങ് ചിത്രീകരിച്ച് കഴിയുന്നത് വരെ പരിപൂർണ വ്രതത്തിലാണ്. സെറ്റിൽ പോലും ഞങ്ങൾ മത്സ്യമാംസാദികളോ അത്തരം യാതൊരു കാര്യങ്ങളുമില്ല. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങളെല്ലാം പരിശോധിച്ച് ഒരാളിനെയും ഒരു അശുദ്ധി എന്നുള്ള രീതിയിൽ
ഇല്ലാത്ത രീതിയിൽ അത്രയും ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാണ് ആ ഒരു സീക്വൻസ് എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോ ആർട്ടിസ്റ്റും ഓരോ ടെക്നീഷ്യൻസും വന്നിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും വളരെയധികം സഹകരിച്ചു, സന്തോഷത്തോടുകൂടി സഹകരിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ചരിതാർത്ഥ്യം ഉളവാക്കുന്ന സംഗതിയാണ്. പിന്നെ പാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ 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 എന്താ പറയാ, ഒരു പ്രത്യേകത അതിന് ഓരോ പാട്ടിനും ഉണ്ട്. അതിനെല്ലാം ഒരു എന്താ നന്ദി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും രാജേഷ് സാറിന് അതിന്റെ ഒരു ഫുൾ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ബാക്കി അരുൺ നമ്പൂതിരി ചെക്കൻ 2 വാക്ക് സംസാരിക്കും. നമസ്കാരം, എൻ്റെ പേര് അരുൺ ഉണ്ണി. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഞാൻ പുതുമുഖമാണ്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എല്ലാവരും സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മായമ്മ എന്തായാലും ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇവർ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വ്രതമൊക്കെ എടുത്ത് മത്സ്യമാംസാദികൾ കയറ്റാറ് വളരെ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം കൊണ്ടും. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവരും മായമ്മ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. മായമ്മ എന്ന് പറയുന്ന മലയാള സിനിമ കുറേ കാലഘട്ടത്തിന് ശേഷം സത്യത്തിൽ മലയാളത്തിൽ വരുന്ന മലയാള സിനിമയാണ് എന്നാണ് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇതിലെ ഗാനങ്ങളായിരുന്നാലും കഥയായിരുന്നാലും വളരെ വ്യത്യസ്തമാണ്. കാരണം വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള പ്രയോജനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. മലയാളത്തിന് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു മലയാള ചിത്രമായിരിക്കും രമേശ് സാർ സംവിധാനം ചെയ്ത ഈ സിനിമ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബിജു. നമസ്കാരം, ഞാൻ ബിജു കലാവേദി. അടുത്ത കാലത്താണ് ഞാൻ ഈ സിനിമയിൽ അഭിനയ രംഗത്തേക്ക് വന്നത്. അതിനു മുമ്പ് തന്നെ അനിൽ കഴക്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് സംവിധായകരോടൊപ്പം തന്നെ പിന്നണിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. എനിക്ക് അടുത്ത കാലത്ത് ഞാനൊരു 4-5 സിനിമയിൽ അഭിനയിച്ചെങ്കിലും അതിനു മുമ്പ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ എടുത്തൊരു തീരുമാനമാണ്, അതിൻ്റെ കഥയാണ്. രമേശ് ചേട്ടനും അനിലും ഒക്കെ ചേർന്ന് ഞാൻ ഈ അഭിനയ രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെയാണ് ഈ മായമ്മ എന്നൊരു സിനിമയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൂട്ടായി പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ അഭിനയിച്ച് എനിക്ക് കിട്ടിയ വേഷങ്ങളൊന്നും ശക്തമായ ഒരു കഥാപാത്രം തന്നെയാണ് എനിക്ക് ഈ മായമ്മയിൽ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ചിത്രീകരണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സാധാരണ സിനിമയുടെ ചിത്രീകരണത്തിന്റെ പൊലിപ്പുകളില്ലാതെ എല്ലാവരും എല്ലാ ജോലിയും ചെയ്തുകൊണ്ട് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ചിത്രമാണ്. അത് വിജയിക്കേണ്ടതും വിലയിരുത്തേണ്ടതും പ്രേക്ഷകരാണ്. നിങ്ങൾക്ക് കിട്ടിയിരുന്നു. നിങ്ങളുടെ സപ്പോർട്ടും പരിപൂർണ്ണ പിന്തുണയും ഈ ചിത്രത്തിന് ഉണ്ടാകണം. എല്ലാവരും ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണണം. നമസ്കാരം. രാജേഷ് വിജയ് അവസാനമാക്കിയത് വേറൊന്നും കൊണ്ടല്ല, കാരണം അദ്ദേഹത്തിന് ഒരുപാട് ജോലിയുണ്ട്. സംസാരം, പാട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഒന്ന് കൊഴുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ടീമില് ഈ ഓഡിയൻസ് സെക്ഷനിലിരിക്കുന്ന 2-3 പേരെ കൂടെ പരിചയപ്പെടുത്തുകയാണ്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ദീപ NP, രമേഷ് കുമാറിന്റെ വൈഫാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ കൊള്ളാം. ഈ സിനിമയുടെ ഛായാഗ്രാഹകൻ, പുള്ളി ഇപ്പം ജോലിയിലാണ്, നവീൻ, കൈ പൊക്കി കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലിരിക്കുന്ന റാഫി പോത്തങ്കോട് അസോസിയേറ്റ് ഡയറക്ടറാണ്. ഇവരെല്ലാവരും നമ്മുടെ ടീമിന്റെ ഭാഗമാണ്. പ്രൊഡക്ഷൻ മാനേജർ ശ്രീ പത്മാലയൻ മംഗലത്ത്, ഇവരെല്ലാം നമ്മുടെ കൂടെ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ഒരു ടീമായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ട്. രാജേഷ്, 4 വരി പാട്ട് ഉൾപ്പെടെ ഒരു പാക്കേജാണ് രാജേഷിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. ഈ മൂവിയില് മായമ്മ, ഇതില് 4 പാട്ടുകളാണുള്ളത്. ഒരു സെമി ക്ലാസിക്കൽ, അത്രയ്ക്ക് സെമി ക്ലാസിക്കൽ അല്ലെങ്കിലും ഏതാണ്ട് അതുപോലത്തെ ഒരു പാട്ട്. അത് ലവ് സോങ് ആണ്, ലവ് സെമി ക്ലാസിക്കൽ എന്ന് പറയാം. പിന്നെ നാവോട് പാട്ടും ഉള്ളോ പാട്ടും, പിന്നെ നാഗക്കളപ്പാട്ട്. ഈ നാഗക്കളപ്പാട്ട് ഇങ്ങനെ
ഇത്ര വ്രതം എടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ഇത് ഭയങ്കര സംഭവമായിരിക്കുന്നു. ഓക്കെ, ആ പാട്ട് രമേശി എനിക്ക് സിറ്റുവേഷൻ പറയുമ്പോൾ അത് ആദ്യം ഒരു ഫ്ലോ പാട്ട് സ്റ്റൈലിൽ സ്ലോയിൽ തുടങ്ങി, പിന്നെ ദ്രുതതാളത്തിൽ കയറണം, പിന്നെ ദ്രുതതാളത്തിൽ കയറണം. കാരണം ലവ് സോങ് ഞാൻ ആദ്യമേ പെട്ടെന്ന് കമ്പോസ് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്, പെട്ടെന്ന് ഇന്നായി. കാരണം പുള്ളി കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിനെ കൊടുത്തിട്ട് ശരിയാവാത്തതുകൊണ്ടാണ് എനിക്ക് ചാൻസ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബാക്കിയുള്ള പാട്ടുകളൊക്കെ പെട്ടെന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് തന്നെ ഒരുപാട് വട്ടം ചുറ്റിച്ച് ഡയറക്ടറാണ്. പിന്നെ അജയ് സാർ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ 2-3 മൂവി മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൺ മൂവിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ പാട്ടുകൾ കറുപ്പിനഴക് അങ്ങനെ കുറെ മ്യൂസിക് പാടിയിട്ടുണ്ടെങ്കിലും ഇതാണ് എനിക്ക് ബ്രേക്ക് ത്രൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോഴത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ സോങ്സ് എല്ലാം ഒന്ന് പല്ലവി കഴിഞ്ഞാൽ പിന്നെ സോങ്സ് ഇല്ല മൂവിയിൽ, ഡയലോഗ്സും സീൻസും ഒക്കെ കൊണ്ട്. ഇതങ്ങനെയല്ല, ഇത് ഫുൾ സോങ്, 4 സോങ്ങും നല്ല അടിപൊളിയായിട്ട് വിഷ്വൽ ചെയ്ത് ഫുൾ സോങ് സിനിമയിലുണ്ട്. അത് അരുണം എനിക്കിത് പൊളിച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ എൻ്റെ ലിറിക്സ് രമേശ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആദ്യമൊക്കെ ലിറിക്സ് എഴുതുമ്പോൾ ഭയങ്കര കട്ടിയുള്ള വാക്കായിട്ട് എനിക്ക് തോന്നി. ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, നമുക്കത് ഒന്നുകൂടെ എഴുതണമെങ്കിൽ എന്നെ മാറ്റിക്കുക, എനിക്ക് വേറെ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ അത് വിഷ്വലൈസ് ചെയ്ത് മിക്സ് ചെയ്ത് ഫൈനൽ വന്നപ്പോ അയ്യോ ഇതിനപ്പുറം ലിറിക്സ് ഇല്ല. നിങ്ങൾ കേൾക്കും, ഞാൻ ചുമ്മാ പറഞ്ഞില്ല, കേൾക്കുമ്പോൾ അറിയാൻ പറ്റും, കാണണം. എൻ്റെ 4 സോങ്സ്. പിന്നെ അതിൽ പാടിയിരിക്കുന്നത് അഖിലാനന്ദ്, ഡേറ്റ് സോങ് അഖിലാനന്ദും ഞാനും, പിന്നെ ലക്ഷ്മി ജയൻ, പിന്നെ പ്രമീള. പിന്നെ എൻ്റെ വൈഫ് ഇതിനകത്തൊരു പാട്ട് പാടി വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അതിനകത്ത് അത് പക്ഷേ ഞാൻ കമ്പോസ് ചെയ്ത സോങ്ങല്ല, അതിനകത്ത് ഒരു ഗീതം രമേശ് പറഞ്ഞിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പാട്ട് പഠിപ്പിക്കുന്ന അത് എൻ്റെ വൈഫാണ് പാടിയിരിക്കുന്നത്. വൈഫിന്റെ പേരൊന്ന് പറയണം. പ്രിയ രാജേഷ്. പിന്നെ അനു ക്യാമറാമാൻ്റെ വൈഫ് കാരണമാണ് ഞാൻ ഇതിനകത്ത് വന്നത്. അതിവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അനുചരിക്കുന്നു, അത് നന്ദി പറയാണ്. അതെല്ലാം എനിക്ക് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് എൻ്റെ ബ്രേക്ക് ത്രൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്തുള്ള ലവ് സോങ്ങിന്റെ പല്ലവി ഒന്ന് പാടാം. സുരഭിലയാനം കാതരങ്ങൾ ഇതിലിങ്ങനെ കുറച്ച് കട്ടിയുള്ള വരികളാണ്. അപ്പൊ ഞാനിത് നവീൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോ കുറച്ച് നവീൻ പറഞ്ഞു, ഇങ്ങനെയുള്ള വരികളും അറിയട്ടെ പബ്ലിക്കില്. പിന്നെ ഇതിനകത്ത് ഈ മൂവിയില് കുറച്ച് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഇരുന്നപ്പോഴുള്ള മനസ്സിലാക്കിയത്, നമ്മൾ ഈ അമ്പലങ്ങളിൽ നമ്മൾ തൊഴാൻ പോവും, തൊഴുതിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും. പക്ഷെ കുറെ ഞങ്ങൾക്ക് അറിവില്ലായ്മയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, കുറെ വാക്കുകൾ, അതൊക്കെ ഇതിനകത്ത് രമേശ് അതുമായിട്ട് ബന്ധപ്പെട്ട ആളായതുകൊണ്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കാണുക, വിജയിപ്പിക്കുക. മായ്മ. സാധാരണ രാജേഷിനോട് സംസാരിക്കാൻ പറയുമ്പം ഒരു വിമുഖത കാണിച്ചുകൊണ്ടാണ് ഇടുന്നത്. നന്നായിട്ട് സംസാരിച്ചു. ഇടയ്ക്ക് ചില വാക്കുകൾ പുള്ളിക്കൊന്ന് തപ്പേണ്ടി വന്നു. അത് പുള്ളി ചെന്നൈ സെറ്റിൽഡ് ആണ്, ഇവിടുത്തെ ആളാണ്, ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ചെന്നൈയിലാണ്. അതാണ് ഇടയ്ക്ക് അറിവില്ലായ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തപ്പിയത്. എന്തായാലും എന്തെങ്കിലും ചോദ്യങ്ങൾ മീഡിയയുടെ ഭാഗത്തുനിന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ്? കാരണം ഇപ്പൊ ഈ ഡയറക്ടർ ചൂണ്ടിക്കാണിച്ച ഈ സൈബർ ഇടങ്ങളിൽ നിന്നുള്ള ആക്രമണം ഞാനും ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ അതൊരു സങ്കടകരമായ ഒരു സംഗതിയാണ്. കാരണം വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി വൃത്തശുദ്ധിയോടുകൂടി എടുത്ത ഒരു പടം അതിനെ ഇങ്ങനെയൊക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രയോ വർഷത്തെ പ്രയത്നമാണ്, എത്രയോ വർഷത്തെ ഒരു കഠിനാധ്വാനം ഒക്കെയാണ്. ഞങ്ങൾ ഈ ടീമൊക്കെ പരസ്പരം എത്രയോ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
പല ചർച്ചകളിലും ഒക്കെ ആയിട്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സംഗതികൾ തീർത്തും ഖേദകരമാണ്. അതിപ്പോൾ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ കുറച്ച് കൂടുതലായിട്ട് ഇപ്പം കാണുന്നുണ്ട്. എന്തെങ്കിലും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, സിനിമയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. തീർച്ചയായിട്ടും അങ്ങനെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ എയിം ചെയ്തുകൊണ്ട് തന്നെയാണ് അത്തരം മോശമായിട്ടുള്ള കമന്റുകളും ഇതും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു ആക്രമണമാണ്. പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണമാണോ ഇത് എന്നുള്ളതാണ്. അതായത് ഒരു ഹിന്ദു പടമാണോ അത്. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സംസ്കാരം ഇല്ലാത്ത ഭാഷയിലാണ്. അതിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമിനെ വരെ വിമർശിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഒരു പുള്ളുവനാണ്, കഥാപാത്രം പുള്ളുവനാണ്. അപ്പോൾ ആ പുള്ളുവൻ സാധാരണ ധരിക്കുന്ന ഒരു കോസ്റ്റ്യൂമാണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിൽ പോലും രാഷ്ട്രീയം കണ്ടെത്തുന്ന വളരെ നീചമായിട്ടുള്ള ഒരു സംസ്കാരത്തിലേക്കാണ് ആണോ പോകുന്നതെന്നാണ് നമ്മളിപ്പോൾ സംശയിക്കുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്. അതെ, ഡ്രസ്സിന്റെ കളർ പരാതി കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ല് വഴി അന്വേഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് എന്താ പറയാ, അത് അത്തരം ഒരു വല്ലാത്തൊരു ഇത് സിനിമ തടയും എന്നൊക്കെയുള്ള രീതിയിലുള്ളതാണ് നീക്കങ്ങൾ. അത് സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. അതെ 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 അല്ല, സിനിമയുടെ തീമിലേക്ക് അദ്ദേഹം വന്നതാണ് അവരെ ചൊടിപ്പിച്ചിട്ടുള്ളതെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണല്ലോ. അപ്പൊ അതും ഇതുമായിട്ട് ക്ലബ് ചെയ്ത് ഈ സിനിമ എന്തിനാണ് അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ പരസ്യം ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള രീതിയാണ് കണ്ടുവരുന്നത്. സാമുദായികപരമായിട്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ പറയുള്ളൂ. കാരണം അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിലൊരു തെളിവായിട്ടൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഫോൺ കോൾ വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ മറ്റേ ഒരു സമുദായത്തിനെ മാത്രം മോശമായിട്ടാണോ നിങ്ങൾ ചിത്രീകരിക്കുന്നത് എന്നുള്ള തരത്തിൽ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ ഒരു അഷ്ടമാക്കളം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ അഷ്ടമാക്കളം എഴുതുന്നതിന് ആ സമുദായത്തിന് മാത്രമാണ് അവകാശം, അത് മറ്റാരും ചെയ്യരുത് എന്നുള്ള രീതിയിലൊരു വിമർശനം ആദ്യമേ ഞങ്ങൾ നേരിട്ടിരുന്നു. അതിന് അവര് ഈ പറഞ്ഞ കണക്ക് വളരെ ഉയർന്ന ഒരു പ്രതിഫലമാണ് അത് ചെയ്തു തരുന്നതിന് ചോദിച്ചത്. പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത്തരം കാര്യങ്ങൾ നമ്മളങ്ങനെ ആ കളവെഴുത്തിന്റെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് പൂർണ്ണമായിട്ട് പാലിക്കേണ്ട ആവശ്യമില്ല. സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങൾ കാവിൽ വെച്ച് ഒറിജിനൽ കാവിൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും ആട്ടനാക്കളത്തിന് വേണ്ടുന്ന ആ രീതി തന്നെയാണത് കളം വരച്ചത് ഞാൻ തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മുടെ ആർട്ട് ഡയറക്ടറും പിന്നെ കൂടെയുള്ളവരും സഹായിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അത്തരം ഒരു ഉയർന്ന പ്രതിഫലം അവർ ചോദിച്ച ഒരു സാഹചര്യത്തിൽ പേറ്റന്റ് വരെ അവർക്കുണ്ട് എന്നുള്ളൊരു തരത്തിലാണ് സംസാരം വന്നത്. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ട് വന്നു. അതിന്റെ പേരിൽ ആ ഒരു സമുദായത്തിൽ നിന്നുള്ളൊരു ചെറിയൊരു അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട്. ഒരിക്കലുമില്ല. സിനിമയിൽ പ്രവർത്തിച്ചവരാരും ഇതില് ഒരു വിരോധമോ അല്ലെങ്കിൽ ഒരു ഇതുമില്ല. അവർ പൂർണ്ണമായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വ്രതം എടുക്കുന്നതിന് പോലും പുരുഷന്മാർ പോലും മത്സ്യമാംസാദികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നല്ല ഒറിജിനൽ കാവിലാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തില് ഓരോരുത്തരും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. സിനിമയിൽ നമ്മൾ ആ ഉണ്ടായിരുന്ന ടീം ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ പാക്കപ്പ് ആവുന്നവരെയുള്ള എല്ലാവരും ഒറ്റാളും നമ്മളിൽ നിന്ന് പിണങ്ങി പോവുകയോ വിട്ടുപോവുകയോ ചെയ്തിട്ടില്ല. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സാർ എനിക്കൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഐഡിയ മാത്രം പോരല്ലോ, സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് കറക്റ്റ് എന്താണ് വേണ്ടതെന്നുള്ളൊരു ധാരണ കിട്ടി. സാർ അതുപോലാണ് അത് എഴുതിയിരുന്നത്. അപ്പം അതിൽ തന്നെ എനിക്ക് മനസ്സിലാവും ആ ട്രാൻസിഷനും ഫ്ലാഷ് ബാക്ക് പോകുന്നതും. കാരണം അങ്ങനെയാണ് സിനിമ പോകുന്നത്.
ഓരോ ചേഞ്ചസിലും ആ ഒരു ഡെപ്ത് എനിക്ക് ആ സ്ക്രിപ്റ്റിൽ തന്നെ മനസ്സിലായി. ഞാനത് 2-3 തവണ വായിച്ചു. പിന്നെ ഓരോ സീൻ വരുമ്പോഴും സാർ ആദ്യം വന്ന് ഓക്കെ ഇതാണ് സംഭവം എന്നും പറഞ്ഞൊരു ബ്രീഫ് വരും. അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ കാര്യം ഈസി ആയി. എനിക്ക് ഓക്കെ ഞാൻ വായിച്ചതിൽ എൻ്റെ ഒരു ഇമാജിനേഷനും സാറ് പറഞ്ഞതും കൂടെ ആകുമ്പോഴാണ് മായ്മ ഉണ്ടായത്. അതായിരുന്നു എന്റെ ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് 2 സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു സിനിമയുടെ ഓഡിഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതും ഈ ഓഡിഷൻ പങ്കെടുത്തതും ഇങ്ങനെ ഇത് കിട്ടിയതും ഈ ആയുവേഷം ചെയ്യാൻ സാധിച്ചത്. അതല്ലേ അതല്ലേ വേണ്ടു. കഥാപാത്രം എനിക്ക് മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടം തോന്നിയൊരു കഥാപാത്രമാണ്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അങ്കിത പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ക്യാരക്ടറിലോട്ട് എത്താൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ സിനിമ കാണുമ്പോൾ മാക്സിമം അറിയാൻ പറ്റും. ഇനി നിങ്ങളുടെ കയ്യിലാണ്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും. ഞങ്ങൾ മായമ്മ ടീമിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.